ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ 10ഓളം വലിയ പള്ളികളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്. ബിദ്അത്തിന്റെ കക്ഷികൾ പിടിച്ചെടുത്തിട്ടുള്ളത്, വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഒരുപാട് പള്ളികൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് കോഴിക്കോട് തന്നെ 10ഓളം പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പള്ളി നിങ്ങൾക്ക് നഷ്ടപ്പെടല്? മനസ്സിലായില്ല. നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മനസ്സിന് തിരിണ കോലത്തില് എങ്ങനെ പള്ളി നഷ്ടപ്പെടല്? നിങ്ങൾക്കൊന്ന് പരസ്യം കൊടുത്തുകൂടെ? ആ കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഖുറാഫി പ്രസിദ്ധീകരണത്തിൽ സുന്നികളുടെ 10ഓളം പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടുകിട്ടുന്നവർ തൊട്ടടുത്ത സമസ്താലയത്തിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ പള്ളി നഷ്ടപ്പെടല്? അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ സമുദായത്തെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കല്ല, ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്കാണ്. നിങ്ങൾ സമുദായത്തെ ക്ഷണിച്ചത് പള്ളികളിലേക്കല്ല, മക്ബറകളിലേക്കാണ്. അപ്പൊ പള്ളിക്ക് തിരിഞ്ഞൊക്കെ ആളില്ലാതാവും. അങ്ങനെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൗഹീദ് കിട്ടും. അങ്ങനെ ആ പള്ളി അവരുടെ റൂട്ടിൽ എങ്ങനെ പോകും? അങ്ങനെ തന്നെ സംഭവം. ഒരു നാട്ടിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, ഒരു നാട്ടിലെ ഒരു മഹല്ല് ഭരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും മുത്തവല്ലിയും ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും സലഫികളായി മാറുമ്പോൾ പള്ളി മാത്രം ഇങ്ങനെ മസ്ലിം പിടിച്ച് ഞാൻ ഖുറാഫിയാണ് നിൽക്കുവോ? ഇല്ലല്ലോ. പള്ളി സ്വാഭാവികമായിട്ട് മാറും. അത് അറിയാനും മനസ്സിലാക്കാനും നിങ്ങളെ കൗമിന് പള്ളിനായിട്ട് വല്ല ബന്ധം വേണ്ടേ? പണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിന്റെ ഉള്ളില് ഒരു നമസ്കാര പള്ളിയിൽ ഒരു ക്ലോക്ക് നഷ്ടപ്പെട്ട ഒരു ചരിത്രം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ക്ലോക്ക് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും വലിയ ചർച്ചയായി. ആ നാട്ടിലെ കാര്യപ്പെട്ട രാജേര് പറഞ്ഞത്രേ, ഇവിടെ 2 മുജാഹിദ് പ്രവർത്തകരുണ്ട്, ഓല പിടിച്ച സംഗതി തുമ്പിട്ടുന്നു. അപ്പൊ ആൾക്കാർ അത്ഭുതം ചോദിച്ചു, മുജാഹിദ് ക്ലോക്ക് കക്ക്, അങ്ങനത്തെ ഒരു ദുസ്വഭാവം ഒന്നും ഓൽക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഓല് കട്ടിട്ടല്ല, ഓല് ആ 2 ചെക്കന്മാർ മാത്രം പള്ളിയേക്ക് വരില്ലേ, അല്ലാതെ നമ്മൾ ആരെയും ഇപ്പൊ പള്ളിയേക്ക് പോലുണ്ടോ? അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവം നടന്നു ഓലോട് ചോദിച്ചാൽ വല്ല തുമ്പും കിട്ടുന്ന ഞാൻ പറഞ്ഞത്. ഇതുപോലെ സംഭവിച്ച മലപ്പുറം ജില്ലയിൽ കുഗ്രാമത്തില് ഇതാണ് അവസ്ഥ. പള്ളിയേക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ല. നിങ്ങളെ കൗമിന് ആകെ പള്ളിക്ക് വരില്ലപ്പോഴാ റബീഉൽ അവ്വൽ നേർച്ചന്റെ അന്ന് രാവിലെ വെട്ടി മുണങ്ങാൻ വേണ്ടി സുബീന്റെ മുമ്പ് പള്ളിയിലെത്തും. ഇതല്ലാതെ നിങ്ങളെ കൗമിന് പള്ളിയിട്ട് വല്ല ബന്ധമുണ്ടായിരുന്നോ? പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പള്ളി എങ്ങനെ പോവും? അങ്ങനത്തെ സംഭവം. നിങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ ജാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങൾക്ക് കാക്കത്തൊള്ളായിരം ലക്ഷക്കണക്കിന് ജാരങ്ങൾ, 10,000-കണക്കിന് ജാരങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ നമുക്ക് അനവധി ജാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വഹാബികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്കുള്ള മുതലാണ്. നിങ്ങൾ ജാരത്തിന്റെ ആൾക്കാരെ നിങ്ങളത് കെട്ടിപ്പിടിച്ച് അയിമ കൗന്നിടുന്ന് കിടന്നോളി. നിങ്ങള് ഞങ്ങളാണ് പള്ളിയിലെ ആളുകള്. പള്ളി ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവും. കാരണം അള്ളാഹിനെ ആരാധിക്കാനുള്ള പള്ളിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും സലഫികളാവുമ്പോൾ പള്ളിയും സലഫിയാവും. എന്നിട്ട് ഇങ്ങനെ പൊതുവേദി എന്നിട്ട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പിടിച്ചെടുക്കണം എന്നിങ്ങനെ പദം പറഞ്ഞിരുന്നുണ്ട്. വരി നിങ്ങൾ പിടിച്ചെടുക്കാൻ. ബാക്കി അപ്പൊ പറഞ്ഞുതരാം.